മോഷണം തൊഴിലാക്കിയ നിഷ്ഠൂരനായ ഒരു കള്ളൻ ആന്ധ്രയിൽ താമസിച്ചിരുന്നു. ഒരിക്കൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്ന വീട്ടിൽ മോഷണത്തിന് കയറി. രാത്രി ആഭരണങ്ങൾ മോഷ്ടിക്കാനായി അവിടെ സപ്താഹം നടക്കുന്ന വേദിയുടെ കൂറ്റൻ ജനലിൻ്റെ കർട്ടന് പിന്നിൽ ഒളിച്ചുനിന്നു. സപ്താഹത്തിന് ബ്രാഹ്മണ ശ്രേഷ്ഠൻ പറയുന്ന കഥകളെല്ലാം കേട്ട് അങ്ങനെ നിന്നു. ഭഗവാന്റെ വനഭോജനം വർണ്ണിക്കുന്ന ഭാഗത്തെ യശോദാമ്മ കണ്ണനെ നിറയെ ആഭരണങ്ങളിട്ട് അണിയിച്ചൊരുക്കുന്ന ഭാഗം ഭാവനയിൽ ബ്രാഹ്മണ ശ്രേഷ്ഠൻ വർണ്ണിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. രത്നമാലകൾ, മുത്തുമാലകൾ, കൈവളകൾ, തോൾവളകൾ ഒക്കെ വർണ്ണിച്ചു. ഇത് കേട്ട കള്ളൻ ആ കുട്ടിയെ കിട്ടണമെന്ന ആഗ്രഹത്തിൽ ബ്രാഹ്മണ ശ്രേഷ്ഠനെ പിടിച്ചാൽ കുട്ടിയെ കണ്ടെത്താം എന്ന ചിന്തയിൽ ബ്രാഹ്മണൻ വരുന്ന വഴിയിൽ മരത്തിനു മുകളിൽ പതുങ്ങിയിരുന്നു. ബ്രാഹ്മണ ശ്രേഷ്ഠൻ സൂര്യാസ്തമനത്തിനു മുമ്പ് സപ്താഹം സമർപ്പിച്ച് ദക്ഷിണ വാങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ കള്ളൻ ദേഹത്തേക്ക് ചാടി വീണ് മറിച്ചിട്ടു. കള്ളനാണെന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണൻ കൊല്ലല്ലേ എന്ന് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ മക്കൾക്കായി വാങ്ങിയ ദക്ഷിണ മാത്രമേയുള്ളൂ എന്ന്. എനിക്ക് അതൊന്നുമല്ല വേണ്ടത്. പശുവിനെ മേയ്ക്കുന്ന കുട്ടിക്ക് ആഭരണങ്ങൾ ഇട്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, ആ കുട്ടിയെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും, അതറിഞ്ഞാൽ മതി എന്ന് കള്ളൻ പറയുമ്പോൾ ഭഗവാന്റെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠന് മനസ്സിലായി. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ആ കുട്ടിയുടെ പേര് കൃഷ്ണനാണെന്നും വൃന്ദാവനത്തിലാണ് വീടെന്നും അത് ഒത്തിരി ദൂരത്താണെന്നും പറഞ്ഞുകൊണ്ട് വഴി പറഞ്ഞു കൊടുത്തു. അത് കാടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, തുളസീവനമാണെന്ന് പറഞ്ഞു. സ്ഥലം കണ്ടെത്തിയ സന്തോഷത്തിൽ തൻ്റെ കയ്യിലെ പൈസ ബ്രാഹ്മണന് ദക്ഷിണയായി നൽകിയ കള്ളൻ വളരെ സന്തോഷത്തോടെ വൃന്ദാവനത്തിലേക്ക് യാത്രയാകുന്നു. വൃന്ദാവനത്തിലെത്തിയ കള്ളൻ അവിടെ ഒരു മരച്ചുവട്ടിലിരിക്കുന്ന സന്യാസിയോടെ കൃഷ്ണനെക്കുറിച്ച് തിരക്കുന്നു. കൃഷ്ണൻ ദിനംതോറും രാധയെ കാണാൻ വരും. കുന്നിൻ ചെരുവിലൂടെ കാലികളെയും കൊണ്ടുവരും. പശുക്കളെ മേയാൻ വിട്ട് രാധയുടെ ഗൃഹത്തിലേക്ക് ഓടും. എന്നിട്ട് വൈകിട്ട് വന്ന് ഗോക്കളെയും കൊണ്ട് തിരികെ ഗൃഹത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു. ഇത് കേട്ട കള്ളൻ കൃഷ്ണനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ കുന്നിൻ ചെരുവിലെ മരത്തിന് മുകളിൽ കയറി ഒളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നല്ല സുഗന്ധം വരാൻ തുടങ്ങി. കസ്തൂരി, നിശാഗന്ധി, താഴമ്പൂ, മുല്ല, അകിലെ, കച്ചോലം, കളഭം, അതിൻ്റെയൊക്കെ സുഗന്ധം കാറ്റിലൂടെ അങ്ങനെ ഒഴുകി വന്നു. അകലെ പശുക്കളുടെ മണിനാദം. പശുക്കൾ പൊടിപടലം പടർത്തിക്കൊണ്ട് ഓടി വരുന്നു. അവിടെ മേയാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ പശുക്കളുടെ പിന്നാലെ മരതകരത്നം പോലെ ഒരു ദിവ്യരൂപം നടന്നു വരുന്നു. മഞ്ഞ പട്ടുടുത്ത് നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ ആ കുട്ടിയെ കള്ളൻ കണ്ടു. ഒന്നേ നോക്കിയുള്ളൂ, ഭഗവാനെ കണ്ട് ലയിച്ചുപോയി. ആ സമയം പശുക്കളോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് രാധയെ കാണാനായി കുന്നിൻ ചെരുവിലേക്ക് ഒറ്റ ഓട്ടം. 8 വയസ്സ് തോന്നിക്കുന്ന ആ കുട്ടിയുടെ സൗന്ദര്യത്തിൽ ആകർഷിച്ച് ആക്രമിക്കാനായിരുന്ന കള്ളൻ ആകർഷണത്തോടെ കണ്ണൻ്റെ മേലേക്ക് കെട്ടിമറിഞ്ഞു വീണു. ആഭരണങ്ങൾ ചിതറി. കുട്ടിയുടെ ദേഹത്ത് വീണ കള്ളനെ കുട്ടി ദൂരത്തേക്ക് എറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് ദേഹത്തെ പൊടിയെല്ലാം തുടച്ചുകൊണ്ട് കള്ളനെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഭഗവാൻ കയ്യിൽ സ്പർശിച്ചതോടെ കള്ളൻ്റെ സകല ജന്മത്തിലെയും പാപക്കറ കഴുകിപ്പോയി. മനസ്സ് കണ്ണാടി പോലെയായി. തന്നെ സ്വയം ഭഗവാനിൽ കണ്ട് അങ്ങനെ നോക്കി നിന്നുകൊണ്ട് കരയാൻ തുടങ്ങി. കണ്ണിൽ നോക്കി നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ, നീ എന്നെ കാണാൻ അല്ലല്ലോ, എൻ്റെ ആഭരണങ്ങൾ മോഹിച്ച് വന്നതല്ലേ എന്ന് കൃഷ്ണൻ മറുപടി നൽകി. എന്നിട്ട് ആഭരണങ്ങളെല്ലാം ഊരിക്കൊടുത്തു. അങ്ങേ കണ്ടപ്പോൾ എനിക്കൊന്നും വേണ്ട എന്നായി. അങ്ങേ എന്നും കാണണം എന്നായിരുന്നു കള്ളൻ്റെ മറുപടി. ശരി, ഞാൻ രാധയെ കണ്ടുവരാം, അതുവരെ നീ ഇവിടെ ഇരുന്നോളൂ പറഞ്ഞ് കണ്ണൻ രാധയുടെ അടുത്തേക്ക് താഴ്വരയിലൂടെ ഓടി മറയുന്നത് നോക്കി കള്ളൻ അവിടെ പ്രതീക്ഷയോടെ ഇരുന്നു. വൈകിട്ട് തിരികെ വന്ന കണ്ണൻ്റെ കയ്യിൽ നിറയെ പലഹാരങ്ങളുണ്ടായിരുന്നു. എനിക്ക് വയർ നിറഞ്ഞു, ഇതെല്ലാം രാധാദേവി നൽകിയ പലഹാരങ്ങളാണ്, കഴിച്ചോളൂ പറഞ്ഞു ആ കള്ളന് കൊടുത്തു. നാളെ കാണാം എന്ന് പറഞ്ഞ് കണ്ണൻ പശുക്കളെയും കൊണ്ട് ഗൃഹത്തിലേക്ക് പോയി. കുറേ കാലം ഇങ്ങനെ ദർശനം തുടർന്നു. അങ്ങനെ ചിത്തശുദ്ധി വന്ന് കള്ളൻ തേജോമയനായ സന്യാസിയായി മാറി. അങ്ങനെ ഒരിക്കൽ സപ്താഹം നടത്തിയ തൻ്റെ ഗുരുവായ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ കുടുംബസമേതം വൃന്ദാവനത്തിലെത്തി. ഭാര്യയുടെ ആഗ്രഹപ്രകാരം സമ്പൽ സമൃദ്ധി ഉണ്ടാവാനായി കണ്ണൻ രാധാദേവിക്ക് മാങ്ങ നൽകിയ ആ മാവിൽ കല്ലെറിയുന്ന വഴിപാട് ചെയ്യാൻ വേണ്ടി രാധാദേവിയുടെ മന്ദിരം കാണാൻ എത്തിയപ്പോൾ സന്യാസി ബ്രാഹ്മണ ശ്രേഷ്ഠനെ തിരിച്ചറിഞ്ഞു. ഓടി വന്ന് നമസ്കരിച്ചു. അങ്ങ് എൻ്റെ ഗുരുവാണ്, ഭഗവാനിലേക്ക് പാത കാണിച്ചു തന്ന എൻ്റെ ഗുരു. ഞാൻ ആരുടെയും ഗുരുവല്ല, ഞാൻ അങ്ങനെ ഉപദേശങ്ങൾ നൽകാറില്ല പറഞ്ഞപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ ഉപദേശം കൊണ്ട് ഭഗവാന്റെ നിത്യദർശനം
ദിവസത്തിൽ 2 പ്രാവശ്യം എനിക്ക് ലഭിക്കുന്നുവെന്ന് സന്യാസി പറഞ്ഞു. താൻ കള്ളനായിരുന്നതും അന്ന് നടന്നതെല്ലാം പറഞ്ഞപ്പോൾ ബ്രാഹ്മണ ശ്രേഷ്ഠൻ സന്യാസിയെ തിരിച്ചറിഞ്ഞു. ഇതെല്ലാം ചിന്തിച്ച് ഭാര്യ പറഞ്ഞിട്ട് മാവിൽ കല്ലെറിഞ്ഞു. ലക്ഷ്യത്തിൽ കൊണ്ടില്ല. ഭാര്യ പിണങ്ങിപ്പോവുകയും ചെയ്തു. ആ സമയം തനിക്കും ഭഗവാനെ കാണണമെന്ന് പറഞ്ഞ് ബ്രാഹ്മണ ശ്രേഷ്ഠൻ കരയാൻ തുടങ്ങി. വേഗം സന്യാസി സ്ഥിരം ഇരിക്കുന്ന കുന്നിൻ ചെരുവിലെ മരത്തിൻ്റെ കീഴിൽ പോയി 2 പേരും ഇരുന്നു. ഉച്ചനേരം കണ്ണൻ വരുന്ന നേരമായി. സുഗന്ധം പരന്നു തുടങ്ങി. സന്യാസി പറഞ്ഞിട്ടും ബ്രാഹ്മണ ശ്രേഷ്ഠന് അത് അനുഭവിക്കാൻ സാധിക്കാതെ പൊട്ടിക്കരഞ്ഞു. ആ സമയം കറിക്കൂട്ടുകളുടെ ഗന്ധം ആസ്വദിക്കാൻ ബ്രാഹ്മണ ശ്രേഷ്ഠന് സാധിച്ചു. ആനന്ദം കൊണ്ട് രോമാഞ്ചം വന്നു. അതുപോലെ പശുക്കളുടെ മണിനാദം കേൾക്കുന്നില്ല. അപ്പോഴും പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് പശുവിൻ്റെ മുഖം തൻ്റെ കവിളിൽ സ്പർശിച്ചു തഴുകി മണിശബ്ദവും കേട്ടു. ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആനന്ദക്കണ്ണീർ പൊഴിച്ചു. സന്യാസി ബ്രാഹ്മണ ശ്രേഷ്ഠനെ പിടിച്ചു കുലുക്കി ആനന്ദത്തോടെ പറഞ്ഞു, നോക്കൂ നോക്കൂ, ആ ദിവ്യ മരതക രൂപം കാണുന്നുണ്ടോ എന്ന്. എത്ര കണ്ണു തിരുമ്മി നോക്കിയിട്ടും ഇല്ല എന്നായിരുന്നു മറുപടി. ഭാഗവതം ഉപദേശിച്ച എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, പറഞ്ഞു വിലപിച്ച ബ്രാഹ്മണ ശ്രേഷ്ഠനെ സന്യാസി ആശ്വസിപ്പിച്ചു. കണക്ക് പറഞ്ഞ് കരഞ്ഞ സമയം വേണുനാദം പോലെ ഒരു ശബ്ദം മുഴങ്ങി. ഞാൻ ഉണ്ടെന്ന് വിശ്വസിച്ചു വന്നവൻ എൻ്റെ മേൽ ചാടി വീണു. ഞാൻ അവന് കാഴ്ച കൊടുത്തു. ഞാൻ ഉണ്ടായിരിക്കാം എന്ന് നീ പറഞ്ഞു. ഉണ്ടെന്ന് ഉറപ്പ് ഉണ്ടായില്ല. പക്ഷേ അവൻ നിൻ്റെ വാക്ക് വേദവാക്യമായി എടുത്തു. ഞാൻ ദർശനം നൽകി. സമസ്താപരാധം പറഞ്ഞ ആചാര്യൻ നിലത്ത് വീണ് ഉരുണ്ടു കരഞ്ഞു. ഭഗവാൻ വീണ്ടും പറഞ്ഞു, പുണ്യമുള്ള ശിഷ്യൻ കാരണം എൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ സാധിച്ചു. ഇപ്പോൾ കുടുംബസമേതം വൃന്ദാവനം കണ്ട് മടങ്ങിപ്പൊക്കോളൂ. സമയമാകുമ്പോൾ ഞാൻ ദർശനം തരാമെന്ന് പറഞ്ഞ് വാക്കുകൊടുത്തു കണ്ണൻ. ആ വേണുനാദവും പശുക്കളുടെ കുളമ്പടി നാദവും മണിനാദവും ചക്രവാളത്തിൽ വിലയിച്ചുപോയി.